കാലഘട്ടത്തിൽ നമ്മൾ 1975 കാലഘട്ടത്തിലെ മിഷനായത്. അപ്പം ഒരു കാലഘട്ടത്തിൽ ഈ അടുത്ത സമയം വരെ നമ്മൾ ഫിലിമിൽ സിനിമ കാണുന്നത് ഇങ്ങനെ ആയിരുന്നു. ഫിലിം പൊട്ടുമ്പോൾ നമുക്ക് അത്ര ഇതുണ്ടായിരുന്നു. അതിന്റെ മഴ പെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതെ റീലായിരുന്നു. റീൽ എടുത്തത് പിന്നെ 2 മിഷൻ ആയി കഴിഞ്ഞപ്പോ അത് അറിയാതെ. കൂടാതെ നമ്മുടെ വീടിന്റെ ഫസ്റ്റ് ഇതാണ്. ഇപ്പൊ ഇതിനകത്തൊരു 425ഓളം അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ആദരിക്കുകയൊക്കെ ചെയ്താണ്. പിന്നെ ലോക റെക്കോർഡ്, BBC അവാർഡ്, ഗിന്നസ്, കൂടാതെ ദേശീയ അവാർഡ്. BBC-യുടെ അവാർഡാണ് വലിയൊരു സന്തോഷം. കാരണം ഒരു 2017 BBC-യിൽ നമ്മളൊരു ചെറിയ ഇതായിട്ട് വരികയും ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു അവാർഡ് വന്ന് തന്നിരുന്നു. പിന്നെ ഇത് കൂടാതെ ക്യാമറയുടെ വലിയൊരു കളക്ഷൻ നമ്മളിലുണ്ട്. ഇപ്പൊ ക്യാമറയുടെ ഇത് കാണാനായിട്ട് ലാലേട്ടന്റെ ആദ്യ ഫോട്ടോ എടുത്ത നമ്പ്യാതിരി എന്ന് പറഞ്ഞ സാർ ഉൾപ്പെടെ തിരുടയുടെ പിന്നെ ക്യാമറമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ ക്യാമറ കാണാൻ വന്നിട്ടുണ്ട്. ഒരു 280ഓളം ക്യാമറകളുണ്ട്. ലോകത്തിൽ തന്നെ ക്യാമറയാണ് കണ്ടുപിടുത്തങ്ങളുടെ ഏറ്റവും വലിയ സാധനം. ക്യാമറ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണത്തില്ല, ചന്ദ്രനെ കാണത്തില്ല, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഓരോ രാജ്യങ്ങളിൽ നമ്മൾ പോയി കാണണം. അപ്പൊ ക്യാമറയുടെ ഒരു വലിയ സാധ്യത മനസ്സിലാക്കി ഇത് ക്യാമറയുടെ ആദ്യ സിനിമ എടുത്താണ്. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ 1812 നിർമ്മിച്ച നിശബ്ദ സിനിമ എടുത്ത കൈകൊണ്ട് കറക്കി ഉപയോഗിക്കുന്ന ക്യാമറയാണ്. ഇന്ത്യൻ മ്യൂസിയങ്ങളിൽ ഇല്ലത്. ഇതേപോലുള്ള ഒരു 256ഓളം ക്യാമറകൾ നമ്മുടെ കയ്യിലുണ്ട്. 1856 മുതലുള്ള ക്യാമറകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ശിലാമ്യൂസിയത്തിലെത്തിയ ക്യാമറ ആരാണ് കണ്ടെത്തിയത്, ഏത് രാജ്യം, ഏത് വർഷം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ രീതി എങ്ങനെയാണ്, അത് ഫിലിമിൽ വർക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു, അപ്പൊ അതിന്റെ എല്ലാ കൃത്യമായിട്ടുള്ള മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ പ്രവർത്തനം ഇങ്ങനെ കറക്കുക, ഇങ്ങനെ കറക്കിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതാണ് ഈ ക്യാമറയുടെ പ്രത്യേകത. അപ്പം ഇത് കൂടാതെയുള്ള ക്യാമറകൾ നമുക്ക് അകത്തുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറകൾ. ഏകദേശം 1856 മുതലുള്ള ക്യാമറയുണ്ട്. ലോകത്തെ ഏറ്റവും ചെറിയ ക്യാമറയാണ് ഈ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ. ഈ ക്യാമറയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. ഇത് റഷ്യയാണ് പുറത്തിറക്കിയത്. ഫിലിമിലുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ. ഇത് അതുപോലെ തന്നെ 1ാം ലോക മഹായുദ്ധത്തിന് ഉപയോഗിച്ച ക്യാമറ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റയറാണ്. 1ാം ലോക മഹായുദ്ധത്തിലെ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ എല്ലാ ക്യാമറയിലും അതിന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കാരണം ക്യാമറയെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതെല്ലാം പഴയ കാലത്ത് ഉപയോഗിച്ച ക്യാമറ 1900, 1800 കുറെ ഉണ്ട്. ക്യാമറയുടെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ്. പിന്നെ ഫ്ലാഷ്, ആ ഒരു ഫ്ലാഷിന്റെ പ്രത്യേകത ഒറ്റ പ്രാവശ്യമേ ആ ഫ്ലാഷ് വർക്ക് ചെയ്യത്തുള്ളൂ. ഒറ്റ പ്രാവശ്യം അതിന്റെ ഫിലമെന്റ് അടിച്ചു പോകും, അടുത്ത പിന്നെ ബൾബ് മാറണം. അങ്ങനെ മാറി മാറി വേണം ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ. ഒറ്റ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാമറകളാണ് ഈ കാണുന്ന എല്ലാം. പിന്നെ കൂടാതെ വാഗേശ്വരി ക്യാമറ, നമ്മുടെ വടക്ക് നോക്കിയന്ത്ര സിനിമയിലെ ശ്രീനിവാസന്റെ ഫോട്ടോ എടുത്തത് ഈ ക്യാമറ വെച്ചാണ്. അപ്പൊ അത് അങ്ങനെ അടപ്പ് ഇങ്ങനെ മാറ്റിയിട്ട് എടുക്കുന്നത്, ഒരു തലമുണ്ടിട്ട് എടുക്കുന്നത്. പക്ഷെ ആ ക്യാമറ ഉണ്ടായത് ഈ ക്യാമറയിൽ നിന്നാണ്. ഇതേപോലുള്ള ക്യാമറയുടെ വെല്ലോസ് റെഡിയാക്കാൻ വേണ്ടിയാണ് വാഗേശ്വരി ക്യാമറയുടെ മുതലാളിയുടെ അടുത്ത് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ആ ക്യാമറ ഉണ്ടാക്കിയത്. അപ്പൊ ക്യാമറയുടെ ചരിത്രം കൃത്യമാണ്. അതുപോലെ തന്നെ 1816 മുതലാണ് ക്യാമറയുടെ ഒരു ഇത് തുടങ്ങി. 1826 ക്യാമറ കണ്ടെത്തിയ ജോസഫ് നിസോഫോർ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അത് കൂടാതെ ആയിരക്കണക്കിന് ആൾക്കാരുടെ കഷ്ടപ്പാടിലാണ് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാമറ വരെ ഉണ്ടായത്. അപ്പം കുട്ടികൾക്ക് ക്യാമറ എന്താണെന്നും ക്യാമറ ഏത് വർഷമാണ് ആര് കണ്ടുപിടിച്ചെന്നൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്റെ ഒരു വലിയ ആഗ്രഹം ഒരു ക്യാമറ മ്യൂസിയം. അപ്പൊ ക്യാമറ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടവരെയുള്ള ക്യാമറ മ്യൂസിയം ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ ക്യാമറകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ വലിയ ഒരു കളക്ഷൻ തന്നെയാണ്. പണ്ട് തിയേറ്ററിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ സംഭവം. പ്രൊജക്ടറാണ്. സിനിമ കാണാൻ പറ്റുന്ന ഫിലിമുള്ള ഇതാണ്, ഫിലിമി വർക്ക് ചെയ്യുന്ന പ്രൊജക്ടറാണിത്. ഇത് കുട്ടികളെ കാണിക്കാൻ വേണ്ടി നമ്മളൊന്ന് സെറ്റ് ചെയ്തതാണ്. ഇവിടെ സിനിമ കാണിച്ചായിരുന്നു. ഏകദേശം 100 പേരെ സിനിമ കാണിച്ചു. ഇത് ഫിലിം തന്നെയാണ്. റാഡാണ് കത്തുന്നത്. ഇത് കണ്ടോ, ഇത് റാഡ് കത്തിയിട്ടാണ് ഈ സിനിമ കാണുന്നത്. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും റാഡ് കത്തിയിട്ടാണ് സിനിമ കാണുന്നത്. കറണ്ട് നന്നായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ്. ഇവിടുന്ന് ഫിലിം കറങ്ങി താഴെ വരും. ഇതിലേക്ക് താഴെ വരും. അത് തന്നെ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ 1975 കാലഘട്ടത്തിലെ മിഷനായത്. അപ്പം ഒരു കാലഘട്ടത്തിൽ ഈ അടുത്ത സമയം വരെ നമ്മൾ ഫിലിമിൽ സിനിമ കാണുന്നത് ഇങ്ങനെ ആയിരുന്നു. ഫിലിം പൊട്ടുമ്പോൾ നമുക്ക് അത്ര ഇതുണ്ടായിരുന്നു. അതിന്റെ മഴ പെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതെ റീലായിരുന്നു. റീൽ എടുത്തത്. പിന്നെ 2 മിഷൻ ആയി കഴിഞ്ഞപ്പോ അത് അറിയാതായി പോയി. അപ്പൊ അങ്ങനെയുള്ളതാണ്.
ഇവിടെ ഇതാണ് നമ്മുടെ കോന്നിയിലെ പ്രസ്സാണ്. പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ പ്രസ് കോന്നിയിൽ വീനസ് പ്രസ്സാണ്. നിങ്ങളുടെ നാട്ടിലെയാണ് വീനസ് പ്രസ്. ഞാനാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ ജിതേഷിയാണ് ഇപ്പൊ വീനസ് പ്രസിന്റെ ഉടമസ്ഥൻ. അവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന 1500 കിലോ വെയിറ്റ് ഉണ്ട്. ഇത് 1816 പിന്നെ 1800 അമേരിക്ക നിർമ്മിച്ച പ്രസ്സാണിത്. അപ്പൊ ഇത് ശരിക്കും ഒരു കാലഘട്ടത്തില് ഈ പ്രസ് ആയിരുന്ന പുസ്തകങ്ങളായാലും പത്രങ്ങളായാലും ഒക്കെ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്ന അക്ഷരങ്ങളെല്ലാം തടിയുടെയും. അത് കഴിഞ്ഞിട്ട് നമ്മള് മറ്റേ ഇതുണ്ടോ ലോകത്തിലാണ് എല്ലാം ഈയ കഷ്ണങ്ങളാണ് അതിനകത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാല്. അത് ഞങ്ങൾക്ക് ഒരു അഭിമാനമുണ്ട്. അതായത് ഞങ്ങളുടെ നാട്ടിലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ പ്രസ് വീനസ് കോന്നി.